ഹലോ, ഞാൻ ആദ്യമായിട്ട് ജമ്മുവിൽ വരുന്ന സമയത്തില്ലേ എനിക്ക് എങ്ങനെയാണ് ഈ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉള്ളത്, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, ഇതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആകെ നമ്മൾ കൊണ്ടുവന്നത് കുറേ ഡ്രസ്സുകൾ മാത്രമാണ്. അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നുമില്ല. ആ ക്വാർട്ടറിൽ നമ്മളെ കട്ടിലുണ്ട്, പിന്നെ ഹാളിൽ ഒരു ടേബിൾ ഉണ്ട്. ഇതല്ലാണ്ട് ആടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം പാകം ചെയ്യേണ്ട ഒരു സാധനവും ഇല്ല. നമ്മൾ വിചാരം ഇതെല്ലാം ഉണ്ടാവും എന്നാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ എൻ്റെ ശരത്താട്ടൻ്റെ ഒരു സാബിൻ്റെ വൈഫുണ്ട്, സ്മിത ചേച്ചിയാണ് എനിക്ക് നമ്മൾ വന്നേരം മുതൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളമുള്ള 3 നേരത്തെ ഫുഡ് ആ ചേച്ചി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും അതുകൊണ്ട് ആ ചേച്ചീൻ്റെ അടുത്തുള്ള കടപ്പാട് നമുക്ക് പറയാൻ പറ്റാത്ത കടപ്പാട് എന്നെല്ലാം പറയില്ലേ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളെ ഒഴിച്ചു പറയാൻ വേണ്ടി പറ്റൂല. എനിക്ക് എവിടെ പോയാലും സ്മിത ചേച്ചിനെ പറ്റി പറയാണ്ടിരിക്കാൻ എനിക്ക് കഴിയൂല. കാരണം എനിക്ക് അത്രക്കും ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് സ്മിത ചേച്ചി എന്ന് പറയുന്നത്. അവരെന്നും എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തരും. നമ്മൾ ഒരാൾക്ക് തന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൽ പറയുന്നതിൻ്റെ വലിയ പാടല്ലേ. അങ്ങനെയുള്ള സമയത്താണ് 3 നേരത്തെ ഫുഡെല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അവർക്ക് ഓൾറെഡി അവർ ഫാമിലി മെമ്പർ ആയതുകൊണ്ട് അവർക്ക് ഓൾറെഡി ഫാമിലി ഉണ്ട്, അവർക്ക് 3 മെമ്പേഴ്സ് ഉണ്ട്. അത് കൂടാണ്ടാണ് നമ്മളെ രണ്ടാളെയും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടിയുള്ള ഫുഡ് അവരുണ്ടാക്കി തരുന്നത്. അങ്ങനെ ഒരു ദിവസം 5 ആൾക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കൽ എന്ന് പറയുന്നത് അത് ഒറ്റക്ക് എനിക്ക് ഒരിക്കലും അതുകൊണ്ട് സ്മിത ചേച്ചി എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. അവരെ മോളാണെങ്കിലും എനിക്കൊന്ന് ഞാനോള് സെയിം വൈബാണ്. അതുകൊണ്ട് നമ്മൾ വേഗം മിങ്കിളായി. ഇപ്പം അവരിവിടെ ഇല്ല, അവർ വെക്കേറ്റ് ചെയ്ത് പോയി. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിലും എന്നെ എത്രത്തോളം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ലാത്ത ഒരു സങ്കടവും എനിക്ക് അറിയിച്ചു തന്നിട്ടില്ല അവർ. കാരണം എൻ്റെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അവരിവിടെ ഉണ്ടായിനി. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്നെ കെയർ ചെയ്യാനാണെങ്കിലും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ 5-ാം മാസത്തിലാണ് നാട്ടിലോട്ട് പോകുന്നത്. ആ സമയത്ത് എൻ്റെ ഒന്നിച്ച് നാട്ടിൽ എൻ്റെ സ്റ്റേഷനിൽ ഇറക്കിയിട്ടാണ് അവർ കൊല്ലത്താണ് അവർക്ക് പോകേണ്ടത്. അങ്ങനെ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സ്മിത ചേച്ചിയും അവരുടെ മോള്, അവരുടെ ഹസ്ബൻഡ്, ഇവരെല്ലാവരും എന്നാ പറയണ്ട, അത്രക്കും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സ്മിത ചേച്ചി നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമ്മൾ പറയില്ലേ, നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ നമുക്ക് എവിടുന്നെങ്കിലായിരിക്കും അതിനൊരു പ്രതിഫലം കിട്ടലെന്ന്. അതിൻ്റെ കാര്യത്തിൽ 100-ൽ 105%, 110% ശരിയാണ്. നമ്മളെപ്പെങ്കിലും ആർക്കെങ്കിലും ചെയ്ത ഉപകാരമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ ചേച്ചിയിലൂടെ കിട്ടിയിട്ടുണ്ടാവല്ലേ. അത്രക്കും എന്നാ എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ പക്ഷേ ചേച്ചി ഇല്ലാത്ത ഒരു വിഷമമുണ്ട്. താങ്ക് യു.